കൊല്ലം കരിക്കോട് ഭാര്യയെ ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. കരിക്കോട് അപ്പോളോ നഗർ സ്വദേശി കവിതയാണ് മരിച്ചത്. പ്രതി മധുസൂദനൻ പിള്ള അറസ്റ്റിലാണ്. എസ് വിനീഷ് വിവരങ്ങൾ നൽകും. വിനീഷ്, അതിദാരുണമായൊരു സംഭവം, എന്തിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകം? തീർച്ചയായും ഭവ്യ, കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്കായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. അത് വീട്ടിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഉണ്ടായ ഒരു പ്രകോപനം കൊണ്ടാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ഭാര്യയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. തൽക്ഷണം ഇവർക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. ഇവരോടൊപ്പം ഇവരുടെ മകൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മകൾ നിലവിളിച്ചുകൊണ്ട് സമീപത്തുള്ള ഒരു വീട്ടിൽ ഇതിന്റെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസിലേക്ക് ഈ വിവരം എത്തുന്നത്. അങ്ങനെ എന്തായാലും പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിൽ മാത്രമേ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത അതാണ് അറിയേണ്ടത്. വിനിഷ് തുടരുക. പ്രദേശവാസിയുടെ അവിടെയുള്ള പ്രദേശവാസിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അതൊന്ന് കേട്ടുവരാം. കാര്യം ഞങ്ങൾ ഏറെമ്പളത്താണ് അറിയുന്നത്. അവിടെ ആളുകൾ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. രാത്രി ഇവിടെയൊക്കെ പൊട്ടി കുറയ്ക്കുന്നതൊക്കെ ഇവിടെ മറ്റു കുഴപ്പമോ അവരെ സംബന്ധിച്ച് രണ്ടുപേരെയും പറ്റി ഒരു കുഴപ്പമൊന്നുമില്ല. എങ്ങോട്ടും ആ കൊച്ചിറങ്ങി പോകത്തില്ല. പോയ രണ്ടുപേരെ പുറത്തു എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്കറിയാം. ഞാൻ പുള്ളിയെ കണ്ട് നോക്കിയോ അല്ലെങ്കിൽ മോള് കൊച്ചം കണ്ട് ഇറങ്ങിപ്പോ ഓടിപ്പോയി ആരാൻ്റെ അടുത്ത് പറഞ്ഞു രാത്രിയിലാണ് എന്താ ഞങ്ങൾ അറിയുന്നത്. സാമ്പത്തികമായിട്ട് വരാൻ ഇല്ലെന്നാ അറിവ്. പിന്നെ പരിപ്പിന്റെ ബിസിനസ് ഒക്കെ പരിപ്പ് ഇപ്പം ഇല്ലല്ലോ, അതെല്ലാം നിലച്ചിരിക്കുകയല്ലേ. അറിയുന്ന ഒരു പാർട്ടിയാണ്, ഒരു പാർട്ടി പ്രവർത്തകനും നല്ലൊരു സുഹൃത്തും നല്ലൊരു ബന്ധമാണ് ഇവിടെ ഉള്ളത്. നാട്ടുകാരുമായിട്ടൊക്കെ നല്ലൊരു പ്രവർത്തനം. ഇവിടെ ഈ പരിസരത്തുകാർക്ക് പോലും അറിയത്തില്ല ഇവിടെ ഒരു ബഹളം നടന്നപ്പോൾ. ഇതായിട്ടില്ല, അവര് തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ജീവിച്ചു പോകുന്നത്. ബ്രോക്കർ പണിയാണ് പരിപ്പിന്റെ. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പുള്ളിയാണ്. ഇവിടെ ഉള്ളവർ തന്നെ ഇവിടെ ഈ അപ്പുറം അവരെ നേരത്തെ താമസിച്ചിട്ടുണ്ട്. ഇതിപ്പോ വെച്ച പുതിയ വീടാണ്. വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, നമ്മൾ അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണമാണ് തേടിയത്. അതിൽ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയ കുടുംബമെന്നാണ് അവർക്ക് അറിയാൻ സാധിച്ചതെന്ന്. പിന്നെ എന്താണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് എന്താണ് പറയുന്നത്? ഒപ്പം ഈ കൊലപാതകം നടന്ന സമയത്ത് അവിടെ ഈ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ മക്കളാരും ഉണ്ടായിരുന്നില്ല. ഭവ്യ, ഇയാളുടെ ഈ ഉപദ്രവത്തിൽ കൊല്ലപ്പെട്ട ഭാര്യ മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായിട്ട് ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇത് ഇവർ തമ്മിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏകദേശം ഇവർക്ക് കടബാധ്യത ഇല്ല എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ടെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഇവർക്ക് കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് ചില സൂചനകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ കാഷ് കമ്മീഷന്റെ ഏജന്റായിട്ടൊക്കെ ഇയാൾ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ ഇയാളുടെ മകൾ വീട്ടിലുണ്ടായിരുന്നു, ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. മകൾ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. മകനുണ്ട്, മകൻ ഗൾഫിലുമാണ്. അപ്പോ നിലവിൽ ഈ കൃത്യം നടന്ന സമയത്ത് ഈ ദമ്പതിമാരോടൊപ്പം ഇവരുടെ മകളും ഉണ്ടായിരുന്നു. മകളാണ് നിലവിളിച്ച് ഇത് കണ്ടുടനെ നിലവിളിച്ച് വീടിന് പുറത്തേക്ക് ഓടുകയും സമീപവാസികൾ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സമീപവാസികളാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പോലീസ് സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ എത്തുകയും ഈ പ്രതിയെ കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവരുടെ ഈ കൊലപാതകത്തിലേക്ക് പെട്ടെന്ന് ഇയാൾക്ക് ഈ ഒരു പ്രകോപനം ഉണ്ടാകാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നതിനെ കുറിച്ചെല്ലാം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകത്ത് തന്നെ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തത വരും. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ള സംഭവം. അതും ഒഴിഞ്ഞ സിലിണ്ടർ, അതായത് ഗ്യാസ് സിലിണ്ടർ എടുത്ത് തലയ്ക്ക് അടിക്കുകയായിരുന്നു. തൽക്ഷണം മരിക്കുകയും ചെയ്തു. രക്തം വാർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ് വീടിനുള്ളിൽ ഉണ്ടായത്. പോലീസ് വന്നപ്പോഴും അത്തരത്തിലുള്ള ഇതാണ് കാണാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും 46 വയസ്സ് പ്രായമുണ്ട് ഈ മധുസൂദൻ പിള്ളയ്ക്ക്. ഭാര്യയുടെ പേര് കവിത എന്നാണ്. ഭാര്യയ്ക്കാണ് 46 വയസ്സ്. മധുസൂദൻ പിള്ളയ്ക്ക് 54 വയസ്സ് പ്രായമാണ്. എന്തായാലും പ്രതിയെ പിടികൂടാനായിട്ടുണ്ട്. പ്രതിയിൽ നിന്നും വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് ഭവ്യ പോലീസ്.